ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കാർ സ്കൂളുകളിലും അസോപ് കേരളയിലും അംഗൻവാടിയിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. സ്ഥിര കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. അടിസ്ഥാന യോഗ്യത വരുന്നത് 10ാം ക്ലാസ് ആണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. തിരുവനന്തപുരം വഴുതക്കാട് കാഴ്ച പരിമിതർക്കായുള്ള സർക്കാർ വിദ്യാലയത്തിൽ വിവിധ ഒഴിവുകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് മെയ് 26 രാവിലെ 10 മുതൽ അഭിമുഖം നടത്തുന്നുണ്ട്. പുരുഷ മേട്രൺ, വാച്ച്മാൻ, വനിതാ ഗൈഡ്, വനിതാ മേട്രൺ, കുക്ക് തസ്തികകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. മെയ് 27 രാവിലെ 10 മുതൽ അസിസ്റ്റന്റ് ടീച്ചർ, ക്രാഫ്റ്റ്, ബ്രെയിലിസ്റ്റ് തസ്തികയിലേക്ക് പ്രായോഗിക പരീക്ഷയും അഭിമുഖവും ഉണ്ടായിരിക്കുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ രാവിലെ 9:30 നിങ്ങളുടെ ബയോഡേറ്റയും യോഗ്യതയും മുൻപരിചയവും തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റും തിരിച്ചറിയൽ കാർഡ് എന്നിവയുമായി സ്കൂൾ ഓഫീസിൽ ഹാജരാവണം. അസിസ്റ്റന്റ് ടീച്ചർ ബ്രെയിലിസ്റ്റിൻ്റെ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നവർ സ്വന്തം നിലയിൽ ബ്രെയിലും സ്റ്റൈലസും കൊണ്ടുവരേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിൻകര പോളിടെക്നിക് കോളേജിൽ സർക്കാർ ഇതര ഫണ്ടിൽ നിന്നും വേതനം നൽകുന്ന ബസ് ഡ്രൈവർ കം ക്ലീനർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫോമിൻ്റെ മാതൃക www.gptcnta.ac.in നിന്നും ഡൗൺലോഡ് ചെയ്ത് യഥാവിധി പൂരിപ്പിച്ച് യോഗ്യതകൾ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം മെയ് 28 ബുധനാഴ്ച രാവിലെ 10:30 നെയ്യാറ്റിൻകര ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ഓഫീസിൽ നേരിട്ട് അഭിമുഖത്തിന് ഹാജരാവണം. അടുത്തത് ഏജൻസി ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അക്വാകൾച്ചർ കേരളയുടെ കീഴിൽ വിവിധ ജില്ലകളിലായി ഫാം ടെക്നീഷ്യൻ, പ്രോജക്റ്റ് കോർഡിനേറ്റർ, സബ് ഇൻസ്പെക്ടർ തസ്തികയിൽ ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്നതിന് BFSC അല്ലെങ്കിൽ അക്വാകൾച്ചർ വിഷയത്തിൽ ബിരുദാനന്തര ബിരുദ യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. 1270 രൂപയാണ് ദിവസവേതനം. താല്പര്യമുള്ളവർ ഏജൻസി ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അക്വാകൾച്ചർ, കേരള, മിഞ്ചിൻ റോഡ്, തൈക്കാട് PO, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ നിങ്ങളുടെ യോഗ്യതകൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം മെയ് 28 അപേക്ഷ സമർപ്പിക്കണം. അടുത്തത് കോഴിക്കോട് ജില്ലയിലെ മണിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ വിവിധ വിഷയങ്ങളിൽ ഹയർ സെക്കൻഡറി അധ്യാപകരെ നിയമിക്കുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകളുമായി മെയ് 28 അഭിമുഖത്തിന് ഹാജരാവണം. ഇംഗ്ലീഷ്, മലയാളം, ബോട്ടണി, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് തസ്തികകളിലേക്ക് ഇൻ്റർവ്യൂ നടക്കുന്നത് രാവിലെ 10 മണി മുതലാണ്. പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ജേർണലിസം തസ്തികകളിലേക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക ഉച്ചയ്ക്ക് 1:30 മുതലാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അടുത്തത് തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂർ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2025-26 വർഷത്തേക്ക് ജേർണലിസം, ഹിന്ദി, കൊമേഴ്സ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, മലയാളം എന്നീ വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ ഗസ്റ്റ് അധ്യാപക നിയമനത്തിന് രജിസ്റ്റർ ചെയ്തവരും നിശ്ചിത യോഗ്യതയുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. മെയ് 26 രാവിലെ 10 ജേർണലിസം, ഹിന്ദി, കൊമേഴ്സ് വിഷയങ്ങളിലെ ഇൻ്റർവ്യൂവും 27 രാവിലെ 10 മണിക്ക് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ്റെ ഇൻ്റർവ്യൂവും 28 രാവിലെ 10 മലയാളത്തിൻ്റെ ഇൻ്റർവ്യൂവും നടത്തുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ തൃശ്ശൂർ ജില്ലയിലെ വെള്ളാങ്ങല്ലൂർ ICDS പ്രോജക്റ്റിൻ്റെ പരിധിയിലുള്ള വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിലെ അങ്കണവാടി 51-ലെയും 15ാം വാർഡിലെ അങ്കണവാടി 43-ലെയും അങ്കണവാടി കം ക്രഷിലേക്ക് ക്രഷ് വർക്കർ, ക്രഷ് ഹെൽപ്പർ തസ്തികയിലെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതാത് വാർഡുകളിൽ താമസമാക്കിയ വനിതകൾക്ക് അപേക്ഷിക്കാം. വോക്ക്-ഇൻ ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം. അങ്കണവാടി ഹെൽപ്പർ തസ്തികയിലേക്ക് 10ാം ക്ലാസ് വിജയവും ക്രഷ് വർക്കർ തസ്തികയിലേക്ക് +2 വിജയവുമാണ് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത്. ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്നവർ മെയ് 26 രാവിലെ 10:30 വെള്ളാങ്ങല്ലൂർ ശിശു വികസന പദ്ധതി ഓഫീസറുടെ കാര്യാലയത്തിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ കേരള സർക്കാരിൻ്റെ നൈപുണ്യ പരിശീലന സ്ഥാപനമായ അസോപ് കേരളയിലേക്ക് ആലപ്പുഴ ജില്ലയിൽ ബിസിനസ് പ്രൊമോട്ടർമാരെ നിയമിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ മെയ് 24 ചെറിയ കലവൂരുള്ള അസോപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. +2 ആണ് അടിസ്ഥാന യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പുന്നപ്ര വാടക്കലിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പാചക സഹായികളെ താൽക്കാലികമായി നിയമിക്കുന്നുണ്ട്.
പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 18നും 45നും ഇടയിൽ പ്രായമുള്ള 10ാം ക്ലാസ് അതിനു മുകളിലെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ നിങ്ങളുടെ ജാതി, വിദ്യാഭ്യാസ യോഗ്യത എന്നിവയുടെ രേഖകളോട് സീനിയർ സൂപ്രണ്ട് ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, പുന്നപ്ര, വാടയ്ക്കൽ PO 688003 ആലപ്പുഴ എന്ന വിലാസത്തിൽ ഫോൺ നമ്പർ സഹിതം മെയ് 28 വൈകിട്ട് 4 മണിക്ക് മുമ്പായി അപേക്ഷ നൽകണം. പാചകവുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് അംഗീകൃത കോഴ്സുകൾ പാസ്സായവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.